ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഇറച്ചിയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മളെപ്പോഴും പശുവിറച്ചി അല്ലെങ്കിൽ പോത്തിറച്ചിയോ വളർത്തുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വളർത്താറുണ്ട്. അപ്പോൾ അങ്ങനെ തേങ്ങാക്കൊത്തിട്ട് വളർത്തുന്ന ഇറച്ചിയിലും ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു ഇറച്ചിയുടെ റെസിപ്പിയാണിത്. പശുവിറച്ചി വെച്ചോ പോത്തിറച്ചി വെച്ചോ ഉണ്ടാക്കാം. പക്ഷെ എന്നാലും നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു വാക്ക് ബീഫ് എന്നാണ്. അപ്പോൾ ബീഫ് തവ ഫ്രൈ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഈ 3 പൊടികളും കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാനത് മാറ്റി വയ്ക്കുകയാണ്. ഇവിടെ ഞാൻ ഇറച്ചി എടുത്തിരിക്കുന്നത് പശു ഇറച്ചിയോ അല്ലെങ്കിൽ പോത്തിറച്ചിയോ 1/2 കിലോ. അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് വേണം, 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. അതിനുശേഷം നമ്മൾ ആ മൂപ്പിച്ച് വെച്ച പൊടികളും കൂടെ ഈ ഇറച്ചിയിലേക്ക് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം കൂടെ ഇറച്ചിയിലേക്ക് നല്ലതുപോലെ കൂട്ടി തിരുമ്മി വയ്ക്കണം. പിന്നീട് ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് ഈ ബീഫ് തവ ഫ്രൈ ഉണ്ടാക്കുന്നത് ഇതേപോലത്തെ ഒരു തവയാണ്. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ദോശക്കല്ലാണിത്. അപ്പോൾ തവ നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇങ്ങനെ പരന്നിരിക്കുന്ന തവ കാരണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ സൈഡിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് ഞാൻ ഇത് വലിയൊരു സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വലിയൊരു സവാളയിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ചേർക്കാം. ഇറച്ചിയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ഇറച്ചിയിൽ തന്നെ നല്ല നെയ്യ് ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് കുറച്ചും കൂടി സവാള ഇടുക. കുറച്ച് പച്ചമുളക്, 2-3 പച്ചമുളക് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതേപോലത്തെ ഈ ചട്ടയും കൂടെ 2 സൈഡിൽ നിന്നും ആ ബീഫ് എപ്പോഴും തിരിച്ചും മറിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇറച്ചിയിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകം ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്.
ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുരുമുളകും പെരുംജീരകവും കൂടി ചേർത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇറച്ചിയിൽ നിന്ന് വരുന്നത്. ഇനി വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ബാക്കിയുള്ള സവാള ഫുൾ ചേർക്കണം. കുറച്ച് കറിവേപ്പില, മല്ലിയില കുറച്ച്, അത് നല്ലതുപോലെ കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് മല്ലിയില ചേർക്കണം. പിന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് പച്ചമുളകും കൂടെ. ഇത് ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുക്കുന്ന ഒരു ബീഫല്ല അത്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡറും കൂടി ചേർക്കുക. അത് നോക്കിയിട്ട് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് ഇളക്കി സെർവ് ചെയ്യാം. പ്ലേറ്റിലേക്ക് എടുത്ത ശേഷം ഇറച്ചിയുടെ മുകളിലേക്ക് കുറച്ച് സവാളയും മല്ലിയിലയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് തവ ഫ്രൈ ആണ്.